ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടെറഗൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എന്തൊക്കെയോ എഴുതലാണ്. ഞാൻ ഇന്നലെ 3 ചാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ ഞാൻ എന്തെല്ലോ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട്, കാരണം കുറേ ആയി പറഞ്ഞു കൊടുക്കണം, നമ്മളെ ക്ലാസ്സും കൂടി ബെറ്റർ ആവില്ല. അപ്പം ഞാൻ എന്തെല്ലോ എഴുതിയിട്ടും കൂട്ടിയിട്ടും എല്ലാം കൂട്ടുന്നുണ്ട്. അപ്പം ഞാൻ മേഘാലയനെ കുറിച്ച് ഇപ്പോൾ എഴുതുവാണ് കേട്ടോ. ഞാൻ ടോട്ടൽ ഇപ്പോൾ 3 ചാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടിപ്പോൾ A4 കുറച്ച് എന്തെങ്കിലും എഴുതലാണത്. ഒന്ന് അരുണാചൽ പ്രദേശിനെ കുറിച്ച് ഞാൻ എഴുതി. ഇനിയിപ്പം ഞാൻ മേഘാലയെ കുറിച്ച്, എനിക്ക് ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് അമ്മ വാങ്ങിയതാണ്. ഇതിന് കുറച്ച് നല്ല ഇമ്പോർട്ടൻറ്റ് ഇതുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ നോട്ട്സിലെല്ലാം കുറച്ച് സാൽവി അങ്ങനത്തെ എല്ലാം പഠിക്കുന്നുണ്ട്. അതേമാതിരി ഇതിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ സാധാ സ്കൂളിൽ ലേബർ ഇന്ത്യ മാതിരി ഉണ്ടാവില്ലേ, അതേമാതിരിയാണ്. നല്ല സാധനം. ഇത് ടെൽ മി മോർ എന്ന് പറഞ്ഞൊരു ഇതാണ്. നമ്മൾ ടെൽ മി മോർ ജസ്റ്റ് മാജിക് പോട്ട് മാതിരിയെല്ലാം ഉണ്ടാവും. അത്രേ ഉണ്ടാവില്ല, പക്ഷേ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മാജിക് പോട്ട് അത് സ്റ്റോറീസ് അങ്ങനത്തെ ആയിരിക്കില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് നല്ല അടിപൊളി സാധനമെല്ലാം കിട്ടും. അപ്പം ഞാൻ അതെല്ലാം എഴുതിയെടുക്കുവാണ്. സ്കെച്ച് വെച്ചിട്ട്, എനിക്ക് പെൻസിൽ വെച്ചിട്ട് മുകളിൽ കൂടെ സ്കെച്ച് വെച്ചിട്ട് എഴുതാൻ മടിയായിരുന്നു. ഞാൻ ഇങ്ങനെ എഴുതുവാണ്. അപ്പോൾ കുറച്ചെത്തി. മേഘാലയം കൂടെ കഴിഞ്ഞാൽ പിന്നെ കഴിയും. ഞാനിപ്പോൾ ഇവിടെ സോഫേമലാണ് ഉള്ളത്. ഞാൻ ഫസ്റ്റ് മറ്റേത് അരുണാചൽ പ്രദേശ് മുകളിൽ നിന്ന് എഴുതിയ. എൻ്റെ ഇപ്പോൾ ആരുമില്ല എൻ്റെ വീട്ടിൽ, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ എന്ന് വെച്ചാൽ ഓനെ മറ്റേ ഇതിന് കാണിക്കാൻ പോയി. ഇന്നലെ ഭയങ്കര പല്ലുവേദനയായിരുന്നു അവന്. അപ്പോൾ അവനെ കാണിക്കാൻ പോയി. പിന്നെ അന്നേരം അവരെല്ലാവരും പോയി. അപ്പം ഞാൻ മാത്രം ഇവിടെ ഉണ്ട്. പിന്നെ അമ്മ ബാങ്ക് പോകുമല്ലോ, അതുകൊണ്ട് അമ്മയില്ലല്ലോ. അപ്പം അവരെല്ലാവരും പോയപ്പോൾ ഞാൻ വരുന്നില്ല, വെറുതെ എന്തിനാണ്. ഞാനപ്പോൾ ഇത് എഴുതുവാണ്. കുറേ എഴുതാറുണ്ട്. ഇല്ല, കുറേയൊന്നുമില്ല, കുറച്ചെല്ലാം എഴുതാണ്ട്. ഇങ്ങനെ എഴുതണം. കുറേ എഴുതാനുണ്ട്. എന്തായാലും നമ്മൾ എഴുതിയില്ലെങ്കിൽ നമുക്ക് തന്നെ നല്ല പണി കിട്ടും. കാരണം ഞാനിപ്പോൾ നാളെ സ്കൂളുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. നാളെ സ്കൂളുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നല്ലോണം കുറേ ചെയ്തില്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് മെല്ലനെ എഴുതിയാലും കുഴപ്പമില്ല. കാരണം അഥവാ നാളെ സ്കൂളുണ്ടെങ്കിലോ നാളെ തന്നെ എഴുതാമായിരിക്കും. നാളെ സ്കൂളിൽ നിന്നാവണ്ടെന്ന് ആഗ്രഹം. നാളെ August 1 മ്യൂസിക് നോട്ടിൻ്റെ വാങ്ങുന്നുണ്ട്. പിന്നെ നാളെ ലീവായി പഠിക്കൂ. മ്യൂസിക് നോട്ടിൽ നിന്ന് HMൻ്റെ അടുത്ത് പോലെ. അതുകൊണ്ട് ഞാൻ മ്യൂസിക് നോട്ട് ചെക്ക് ചെയ്തിന്. HM മാമിൻ്റെ അടുത്ത് കൊടുക്കണം. അതാണ് വേറൊരു പണി. അപ്പം ഞാനത് ഇങ്ങനെ ചെയ്തിട്ടെ. ഇതിപ്പോൾ മറ്റേ അരുണാചൽ ഫുൾ എഴുതിന് ഞാൻ. ഇതെത്രയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എത്ര ഉണ്ടെങ്കിലും കുറച്ച് ഒരു A4 അത്ര കൊള്ളുന്ന അത്ര എഴുതിയുള്ളൂ. അത്ര എഴുതാൻ കഴിയൂല, എനിക്ക് വേറെ മടി പിടിക്കും. സാറിൻ്റെ കയ്യിൽ നിന്ന് കുറേ ആയി സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം, നമ്മളെ ക്ലാസ് ബെറ്റർ ആവണ്ടേ. അതുകൊണ്ട് എന്തല്ലോ ആണ് നമ്മളെ ക്ലാസ്. പക്ഷെ ബാക്കിയുള്ള ക്ലാസ് വലിയ ഇതൊന്നുമില്ല. എന്നാലും പക്ഷെ സാർ നമ്മളെ ക്ലാസ് ബെറ്റർ ആവണമെന്നുണ്ട്. അതുകൊണ്ട് സാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എത്ര കാലമായി പറയുന്നു, എത്ര കാലം. സാറ് ഹിന്ദിക്കാരനാണ്, ഹിന്ദിയാ പറയാം. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ മോളൊന്നും എഴുതി. ഇപ്പോൾ താഴെ വന്നു കുറച്ച് നേരം കമ്പ്യൂട്ടർ കളിച്ചിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പം ഞാൻ വെച്ചു വീഡിയോ എടുക്കാം. മറ്റേത് എടുക്കാൻ പറ്റിയില്ല. മറ്റേത് ഞാൻ മോളൊന്നല്ല എഴുതേ. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഇവിടുന്ന് ചെയ്തു. ഇത് കുറേയൊന്നുമില്ല, എന്നാലും എഴുതണം നമുക്ക്. ഇതെല്ലാം എഴുതാനുണ്ട്. കുറേ എഴുതാനുണ്ട്. ഇന്നലെ കുറച്ച് വീഡിയോ ഞാൻ ഇട്ടിനും തോന്നുന്നു.
കുറച്ച് കഴിയാനായിട്ടാണ് ഗൈസ്. ഇനി കുറച്ച് എഴുതാനല്ലോ നമ്മളിനി കഴിയാനായി. ഇതും കൂടി എഴുതി പിന്നെ അടുത്ത് എഴുതണം. കുറേ എഴുതാനുണ്ട്. എന്തായാലും ഫസ്റ്റ് ടെൽ മീ മോറിൽ കുറേ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എഴുതുന്ന 4th വണ്ണായിട്ടാണ്, അല്ല 5th വണ്ണായിട്ടാണ്. ഇത് അത്രയേ ഉള്ളൂ, കുറച്ച്. അതിലുള്ള മൊത്തം എഴുതൂല കേട്ടോ ഞാൻ. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ കുറിച്ച് ഒരെണ്ണം അമ്മയും പറഞ്ഞു എന്നാൽ വേറെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്തെങ്കിലും ചെയ്തു. അത് ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ അതും ചെയ്യാമെന്ന് അമ്മയും പറഞ്ഞില്ലേ. അപ്പം പിന്നെ വെറുതെ അല്ലേ ആ ബുക്ക് വെറുതെ ഇടയ്ക്കിടക്കലുണ്ട്. കാരണം ഇടയ്ക്ക് പഠിക്കുമ്പോൾ എക്സാമിനേരം പഠിക്കും വേദന എടുക്കും. അതുകൊണ്ട് എനിക്കിവിടെ വെക്കാൻ സ്ഥലമില്ല ഗൈസ്. അതാണെന്നൊരു പണി കിട്ടി. ഞാനില്ലെങ്കിൽ നിലത്തിരുന്നിട്ട് എഴുതണ്ടായിരുന്നു. ഞാൻ നിലത്തിരുന്നിട്ട് എഴുതാം ഗൈസ്. ഇല്ലെങ്കിൽ എനിക്ക് കാരണം വെക്കാനൊരു തീരെ സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കി തരാം ഗൈസ്. ഇങ്ങനെ ഇതാക്കി തരാം. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ല. ഇതാണ് ഞാൻ ഇവിടെ വെക്കും ഇരുന്നിട്ട്